ഇന്ത്യ തിളങ്ങണമെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലേക്ക് പ്രവേശിക്കണമെന്നും സാങ്കേതികവിദ്യ ഒരു കരിയർ എന്ന നിലയിൽ തിരഞ്ഞെടുക്കണമെന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു. ഗേൾസ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇന്ത്യ 2024 വേളയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, നമ്മുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യ കെട്ടിപ്പടുത്തണമെങ്കിൽ സാങ്കേതികവിദ്യ നമ്മുടെ ചാലക ശക്തിയായിരിക്കും. ടെക്നോളജി വ്യവസായം അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നത് ദുർബലപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്ന് അവർ പറഞ്ഞു. ലിംഗവ്യത്യാസം ലിംഗപക്ഷപാതത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, നവീകരണത്തിന്റെ പാതയിലെ ഒരു തടസ്സം കൂടിയാണ്. ഈ വിഭജനം അവസാനിപ്പിക്കേണ്ടത് തന്ത്രപരമായ അനിവാര്യതയാണ്, വ്യവസായത്തിനും സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും ആവശ്യമാണ് എന്ന് അവർ പറഞ്ഞു. ഇന്ത്യയിലെ സാങ്കേതിക തൊഴിലാളികളിൽ 36% സ്ത്രീകളാണെങ്കിലും കോർപ്പറേറ്റ് ശ്രേണിയിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ സാന്നിധ്യം ഗണ്യമായി കുറയുന്നു. ഉദാഹരണത്തിന് 7% സ്ത്രീകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് തലത്തിലുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. 13% മാത്രമാണ് സംവിധായക തലത്തിലുള്ള വേഷങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. വെറും 17% പേർ മിഡ് മാനേജറിയൽ സ്ഥാനങ്ങൾ വഹിച്ചു. നാസ്കോം ഡാറ്റ ഉദ്ധരിച്ച് ഇഷ അംബാനി പറഞ്ഞു, ഇന്ത്യയിലെ സാങ്കേതിക തൊഴിലാളികളിൽ 36% മാത്രമാണ് സ്ത്രീകൾ. ഇന്ത്യയിലെ മൊത്തം സ്റ്റെം ബിരുദാധികാരികളിൽ 43% സ്ത്രീകളാണെന്നും എന്നാൽ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരിൽ 14% മാത്രമാണ് ഉള്ളതെന്നും വേൾഡ് ബാങ്ക് ഡാറ്റ ഉദ്ധരിച്ച് അവർ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ പോലും സ്ത്രീകളുടെ കുറഞ്ഞ പങ്കാളിത്തം കാണാം. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കുമുള്ള ഫണ്ടിങ്ങിന്റെ കുറവും ഇതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയുന്നതിന് കാരണമാകുന്നു. സ്ത്രീകൾ ബോൺ ലീഡേഴ്സ് ആണ്. അവരുടെ സഹജമായ നിസ്വാർത്ഥത അവരെ മികച്ച നേതാക്കളാക്കുന്നു. അതിനാൽ സ്ത്രീകൾക്ക് നേതൃത്വപരമായ റോളുകൾ നിഷേധിക്കുന്നതിലൂടെ ഞങ്ങളുടെ മുഴുവൻ കഴിവുകളും തിരിച്ചറിയാനുള്ള അവസരം നമ്മൾ സ്വയം നിഷേധിക്കുകയാണെന്ന് ഇഷ അംബാനി പറഞ്ഞു.